നമ്മൾ മലയാളികൾ മറന്നിട്ടില്ല ഭവാനിയെ. ലിസ എന്ന ഇവരുടെ ഒരൊറ്റ സിനിമ മതിയാകും ചലച്ചിത്ര പ്രേമികൾക്ക് ഈ അഭിനേത്രിയെ ഓർമ്മിക്കാൻ. അതെ, മലയാളത്തിന്റെ സ്വന്തം ഭവാനി. ആന്ധ്രയിൽ ജനിച്ച് കന്നഡയിൽ അഭിനയത്തിന്റെ ഹരിശ്രീ കുറിച്ച് തമിഴിലൂടെയും തെലുങ്കിലൂടെയും പ്രശസ്തിയാർജിച്ച് ഭവാനി കേരളക്കരയിലെത്തി. മലയാള സിനിമയുടെ ഭാഗമായി മാറിയ ഈ കലാകാരി പിന്നെ എന്നും ഇവിടെയായിരുന്നു. അഭിനയം വിട്ടു മാറി നിൽക്കുമ്പോൾ മലയാളത്തിന്റെ മരുമകളായി കഴിഞ്ഞിരുന്നു ഭവാനി. ഇന്നലെകൾ ഓർമ്മിച്ച് ഇന്നീ പുതുകാലത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഭവാനി. ഞാൻ ആക്ച്വലി എൻ്റെ സ്കൂൾ കഴിഞ്ഞ ശേഷം ഡാൻസ് കുറച്ച് കാലം പഠിച്ചിരുന്നു ഞാൻ. അപ്പോൾ ഡാൻസ് മാസ്റ്റർ പറഞ്ഞു, ഏതായാലും കുട്ടി നല്ലോണം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അരങ്ങേറ്റം വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അരങ്ങേറ്റം വെക്കുന്ന സമയത്ത് എൻ്റെ അമ്മമ്മ വലിയ ഫേമസ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അവരുടെ പേര് ഋഷേന്ദ്രമണി. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ആൾക്കാരെ വിളിച്ചിട്ട് നമുക്ക് അരങ്ങേറ്റം നല്ല വലിയ ഫങ്ഷനായിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അമ്മമ്മയ്ക്ക് അറിയായിരുന്നു MGRും NT രാമാറാവും. അപ്പോൾ അവരെ വിളിച്ചിട്ട് നമുക്ക് ഗസ്റ്റായിട്ട് നമുക്ക് അവരെ വിളിച്ചിട്ട് വലിയ പരിപാടി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെ വിളിച്ച് അന്ന് ഗ്രാൻഡായിട്ട് വാണി മഹലിൽ അരങ്ങേറ്റം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സോളോ പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം സോളോ പ്രോഗ്രാം കൊടുക്കുന്ന സമയത്ത് ഡയറക്ടർ സിദ്ധലിംഗയ്യ അവർ എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് അവർ പറഞ്ഞു, അവരുടെ പുതിയ മൂവിക്ക് ഒരു ഹീറോയിനെ വേണം, അപ്പോൾ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഗ്രാനീൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഗ്രാനി പറഞ്ഞു, അവൾക്കൊന്നും അറിയില്ല, അപ്പോൾ എങ്ങനെയാണെന്ന് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ സമ്മതിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അവർ. അപ്പോൾ അങ്ങനെ അവരുടെ മൂവിയിൽ ഞങ്ങൾ സമ്മതിച്ചു. എന്നിട്ട് കന്നഡ പഠിച്ചു, എഴുതാനും പഠിക്കാനും ഒക്കെ പഠിച്ച് എൻ്റെ സ്വന്തം വോയിസിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു. ഭൂതയ്യന മക അയ്യു ആ ചിത്രത്തിൻ്റെ പേര്. പിന്നെ ഹീറോ വന്നിട്ട് വിഷ്ണുവർദ്ധനാണ്. വിഷ്ണുവർദ്ധൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ ചെയ്തത്. നല്ല വിജയമായിരുന്നു. അത് പനാമ ബ്രിസ്റ്റൽ ഫിലിം ഫെസ്റ്റിവലിന് അത് അവാർഡൊക്കെ നേടി. ഞങ്ങൾക്കും അവാർഡ് കിട്ടി. തെലുങ്ക് ആയിരുന്നു. ദൈവം അനുഗ്രഹിച്ചിട്ട് എല്ലാ മൂവീസിലും ഞാൻ എല്ലാ തരം ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ആർട്ടിസ്റ്റ്, ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ്, നല്ല ഹീറോസ്, എല്ലാവരോടും അഭിനയിച്ചു. വിഷ്ണുവർദ്ധൻ കന്നഡയിൽ, പിന്നെ തമിഴിൽ ജയശങ്കർ, മുത്തുരാമൻ, പിന്നെ MGR സാർ, ശിവാജി സാർ, ഇവരുടെ കൂടെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാനി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് ആ ഒരു ഇതിൽ യാതൊരു തടസ്സം ഉണ്ടായിരുന്നില്ല. ഗ്രാനി തന്നെ എൻ്റെ കൂടെ അക്കമ്പനി ചെയ്യായിരുന്നു, എന്നെ നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരില്ലാത്ത ഖേദം ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എന്നെ നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. അച്ഛനും അമ്മയും അതേപോലെ തന്നെ അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ടാവില്ലായിരുന്നു. അവരും കറക്റ്റായിട്ട് ആ സമയത്ത് അഭിനയിച്ച് എല്ലാം കഴിഞ്ഞ് കറക്റ്റ് ഒരു നല്ല അലയൻസ് വന്ന സമയത്ത് കല്യാണം കഴിപ്പിച്ച് എന്നെ ജീവിതത്തിൽ സെറ്റിൽ ചെയ്തു എന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കടപ്പെട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്ക് കലാരംഗത്ത് ബന്ധമില്ല, പക്ഷെ അമ്മമ്മയ്ക്ക് കലാരംഗത്ത് ബന്ധം ഉണ്ടായിരുന്നു. ആ ഒരു വഴി കൂടിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഒരു അഭിനേത്രിയായി ഭവാനി വലതുകാൽ വച്ച് ആദ്യം കയറി ചെല്ലുന്നത് കന്നഡ സിനിമയിലേക്കാണ്. അവിടെ അംഗീകാരമുറപ്പിക്കാൻ അധികകാലമൊന്നും വേണ്ടി വന്നില്ല. കന്നഡ കടന്ന് തമിഴിലും തെലുങ്കിലുമായി പിന്നെ എത്രയോ സിനിമകൾ, എത്രയോ കഥാപാത്രങ്ങൾ. വേറിട്ട വേഷങ്ങളിലൂടെ, വേറിട്ട കഥാപാത്രങ്ങളിലൂടെ ഭവാനി ഭാഷാ വ്യത്യാസമില്ലാതെ സിനിമ ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയെടുത്തു. എൻ്റെ ഫസ്റ്റ് മലയാളം മൂവി ഡയറക്റ്റ് ചെയ്തത് ഡയറക്ടർ ശശികുമാർ സാർ തന്നെ. അവർ
നല്ല സ്വഭാവമുള്ള ആളാണ്. അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരും എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ ഡയലോഗ് പറയണം. എനിക്കെന്താ വെച്ചാൽ എനിക്ക് ഭാഷ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള നല്ല കോഓപ്പറേറ്റ് ചെയ്തിട്ട് എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നത് ശശികുമാർ സാർ തന്നെ. അത് കഴിഞ്ഞിട്ട് 2-3 പടം ഞാൻ അവരുടെ ഡയറക്ഷനിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ ബേബി, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരു 3-4 സിനിമ ചെയ്തിട്ടുണ്ട്. ലിസ, അനുപല്ലവി, സർപ്പം. 3 ഭാഷകളിലായി കൈനിറയെ സിനിമകളുമായി പ്രശസ്തിയുടെ കൊടുമുടി കയറി നിൽക്കുമ്പോഴാണ് ഭവാനിയെ മലയാള സിനിമ ക്ഷണിക്കുന്നത്. ആവേശത്തോടെയാണ് ഭവാനി ഇവിടേക്ക് വന്നത്. ആദ്യ സിനിമയോടെ ഇവിടുത്തെയും താരമായി ഭവാനി. മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ നായികയായി കരാർ ഉറപ്പിക്കുമ്പോൾ തന്റെ സിനിമാ ജീവിതത്തിൽ പുതിയൊരു അധ്യായം എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ അഭിനേത്രി.